ട്രേഡേഴ്സ് എഡ്ജ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റാണ്. ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നല്ല രീതിക്ക് സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്തിട്ടും നല്ല രീതിക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്തിട്ടും ഒരുപാട് തിങ്സ് ലേഡ് ചെയ്തിട്ടും സ്റ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി ഇംപ്രൂവ് ചെയ്യണം. അപ്പം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് കുറച്ച് റൂൾസ് പാലിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ പറ്റും എന്നതിനെക്കുറിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോ ചെയ്യുവാനായിട്ട് അമേരിക്കൻ ഓതറായിട്ടുള്ള മാർക്ക് ഡഗ്ലസിൻ്റെ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന ബുക്കിലെ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അതിലുപരി എൻ്റെ കുറച്ച് വർഷത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായ കുറച്ച് പ്രാക്ടിക്കൽ തിങ്സ് കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സിലേക്ക് വരാം. ആദ്യമായിട്ട് നിങ്ങളുടെ ലോസ് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അത് എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ദിവസം വരാവുന്ന മാക്സിമം ലോസ് അത് നിങ്ങളുടെ ആവറേജ് വിന്നിങ് ഡേയ്സിലെ പ്രോഫിറ്റിനേക്കാളും കുറവായിരിക്കണം. സപ്പോസ് നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്ന ഡേയ്സിൻ്റെ ഒരു ആവറേജ് എടുക്കുക. ആ ആവറേജിനേക്കാളും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡേയ്സിൻ്റെ ആവറേജിനേക്കാളും കുറവായിരിക്കണം നിങ്ങൾക്ക് ഒരു ബാഡ് ഡേയിൽ നിങ്ങൾ മാക്സിമം ലോസ് വരുത്താൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ആവറേജ് വിന്നിങ് ഡേയ്സിലെ പ്രോഫിറ്റ് ഒരു 1500 ആണെന്ന് വരിക. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം വരുത്താവുന്ന മാക്സിമം ലോസ് ആ 1500നേക്കാളും കുറവായിരിക്കണം. ഇത് നിങ്ങൾ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യും? അതിന് മെയിനായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റുകയുള്ളൂ. എപ്പോഴും നമ്മുടെ ലോസ് നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ഗ്രാജുവലി ഏൺ ചെയ്യണം. അപ്പം നല്ലൊരു റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഫിറ്റ് ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. പക്ഷേ ഒരു മോശം റിസ്ക് മാനേജ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ തന്നെ ഒരു പക്ഷേ അത് വൈപ്പായിരുന്നു വരാം. അപ്പോൾ നിങ്ങളൊരു 1% ട്രേഡ് പെർ റൂളോ അങ്ങനെ എന്തെങ്കിലും റൂള് നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഈ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾക്ക് ആ ട്രേഡിൽ എത്രയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്തിരിക്കണം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ടൂൾ ആണെങ്കിൽ പോലും അത് നമ്മൾ ഒരു എക്സസീവ് ലോസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. ഒരു ഹ്യൂജ് ലോസ് വരാതെ നമ്മൾ എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രേഡ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. കാരണം ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളൊരു കാറ് മേടിച്ചിട്ട് അത് ഇൻഷുറൻസ് എടുത്തിട്ട് റോട്ടിലൂടെ ഓടിക്കുന്ന പോലെയാണ്. ഈ സ്റ്റോപ്പ് ലോസ് നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. എങ്ങനെ? നമ്മളൊരു ഹ്യൂജ് ലോസിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബിഗ് മൂവ് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഹ്യൂജ് ലോസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കുക, ട്രേഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് വിന്നിങ് ട്രേഡിൻ്റെയും കുറച്ച് ലൂസിങ് ട്രേഡിൻ്റെയും ഒരു മാനേജ്മെൻറ്റാണ്. ഈ ലൂസിങ് ട്രേഡും വിന്നിങ് ട്രേഡും കൂടിയിട്ട് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രേഡിങ്. അല്ലാതെ ഈ ട്രേഡിങ്ങിൽ വിന്നിങ് ട്രേഡ് മാത്രമായിട്ടൊരു സംഭവം ഇല്ല. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ട്രേഡുകൾ വിന്നാവും, കുറച്ച് ട്രേഡ് ലൂസാവും. അത് കറക്റ്റായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് അതിൽ നിന്ന് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ട്രേഡിംഗ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവഞ്ച് ട്രേഡിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുക. നമുക്കറിയാം, ഒരു ബിഗ് ലോസ് വന്നു കഴിഞ്ഞാൽ, ഒരു ഹ്യൂജ് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരം ഇമോഷൻസ് ഉണ്ടാവും? നമുക്ക് റിവഞ്ച് ഉണ്ടാവും, നമുക്ക് ആ ലോസ് തിരിച്ചു പിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് പേടി ഉണ്ടാവും. ഇത് ചെയ്യുമ്പോൾ ലോസ് തിരിച്ചു പിടിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല പേടി ഉണ്ടാവും. പിന്നെ ആങ്കർ, നമുക്ക് നല്ല ദേഷ്യം ഉണ്ടാവും.
അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ, സെൽഫ് ഹെയ്റ്റ്, നമ്മളോട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നും, മാർക്കറ്റിനോട് വെറുപ്പ് തോന്നും. അപ്പോൾ ഈ ഹ്യൂജ് ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവും, ഒരു ട്രേഡിംഗ് ഐഡിയ ഉണ്ടാവും, അത് വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ അത് ആ ഒരു ട്രേഡിംഗ് വേയിൽ നിന്ന്, നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൻ്റെ വേയിൽ നിന്ന് മാറിപ്പോയിട്ട് അത് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആയിരുന്നതിൽ നിന്ന് മാറ്റി നിർത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ നിങ്ങൾക്ക് എന്ത് ലോസ് ആയിട്ടുള്ള ആ ലോസ് തിരിച്ചു പിടിക്കാൻ, റിക്കവർ ചെയ്യാനുള്ളതായിരിക്കും. അപ്പം മോറോവർ നമ്മളുടെ ട്രേഡിങ്ങിലേക്കുള്ള ഫോക്കസ് മൊത്തം നഷ്ടപ്പെടുകയും നമ്മളുടെ ഫോക്കസ് മൊത്തം എങ്ങനെയെങ്കിലും നമ്മൾക്ക് ആ ലോസ് റിക്കവർ ചെയ്യാനായിരിക്കും. അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ ലോസിലേക്കാക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ക്യാപിറ്റൽ തന്നെ ഒരു പക്ഷേ വൈപ്പ് ഔട്ടായി എന്ന് വരാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റ് ഒരു ദിവസം കൊണ്ട് സ്റ്റോപ്പ് ആവുന്നതല്ല. മാർക്കറ്റ് നാളെയുണ്ട്, മറ്റന്നാളുണ്ട്, ഏകദേശം എല്ലാ വർക്കിംഗ് ഡേയ്സിലുണ്ട്. ഓൾമോസ്റ്റ് 250 വർക്കിംഗ് ഡേയ്സ് പെർ ഇയർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ദിവസം ലോസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതവിടെ നമുക്ക് വരാവുന്ന പരമാവധി ലോസിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അവിടെ ലോസ് നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ എടുത്തുകൊണ്ട് നെക്സ്റ്റ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ അടുത്ത പോയിന്റ്, നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അംഗീകരിക്കുക. കാരണം നമ്മളൊരു ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ ബ്ലെയിം ചെയ്യാം. അത് മാർക്കറ്റിൽ വന്ന ഈ ഒരു കുഴപ്പം കൊണ്ടാണ്, അതല്ലെങ്കിൽ ന്യൂസിൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഈ ന്യൂസ് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്, അങ്ങനെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അത് പ്രകാരമാണ് ഞാൻ ട്രേഡ് എടുത്തത്, അയാളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് ലോസ് വന്നത്, അങ്ങനെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഈ ട്രേഡിംഗ് ഡിസിഷനും കൊണ്ട് എന്ത് ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും അതെല്ലാം നിങ്ങളുടെ ഒരു ഡിസിഷൻ കൊണ്ട് വന്നതാണ്. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് നിങ്ങൾ ചേഞ്ച് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, അതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി സ്റ്റഡി ആയിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഫ്യൂച്ചറിൽ ഈ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഹ്യൂജ് ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരുമെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ സ്ട്രാറ്റജിയിൽ ഒരുപക്ഷെ വ്യത്യാസം വരുത്തേണ്ടതാണെങ്കിൽ അത് ചേഞ്ച് ആക്കി, എന്താണ് നിങ്ങൾക്ക് വരുത്തേണ്ട സൈക്കോളജി ആണെങ്കിൽ അതിലേക്ക് പോകും. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഒരു വേ തന്നെ ചേഞ്ച് ആക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ, നമ്മളൊരു ഹ്യൂജ് ലൂസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ട്രേഡിങ്ങിൽ നിന്നൊരു ബ്രേക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഹ്യൂജ് ലോസ് വന്നു കഴിഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ബെറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് ഒന്നും കൂടി അതിലേക്ക് റീഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങളൊന്ന് വാല്യുവേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ മിസ്റ്റേക്സുകൾ ഒന്ന് റിവ്യൂ ചെയ്തുകൊണ്ട് ഇനി അത് വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ റൂൾസ് പാലിച്ച് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചൊന്ന് റീതിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാം, ഈ ഹ്യൂജ് ലോസ് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ആ ലോസ് വന്നു, നമ്മൾ എന്ത് പ്ലാനിങ് ആണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മൈൻഡ് ഒന്ന് ഷാർപ്പാക്കാൻ, ഇതിനൊക്കെ നിങ്ങൾക്കൊരു ട്രേഡിങ്ങിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോവർ പൊസിഷൻ സൈസസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ലോസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴത്തോട്ട് പോകും. നമുക്കൊരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല, ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. അത് നമ്മളെ പാനിക്കാക്കും, ചില സമയത്ത് അഗ്രസീവ് ആക്കും. എന്നിട്ട് നമ്മൾ അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു ട്രേഡിൽ ലോസ് വന്നു, നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു,
ഇനി രണ്ടാമത് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ലോവർ സൈസിൽ, കഴിഞ്ഞ തവണ നമ്മൾക്ക് ബിഗ് ലോസ് വന്ന പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും കുറഞ്ഞ പൊസിഷൻ സൈസിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഏറ്റവും നല്ല അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ലോസ് വന്നതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേപ്പർ ട്രേഡ് അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഡെമോ അക്കൗണ്ട് അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് മണി ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടും. കാരണം അത് ലെസ് പ്രഷറാണ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ മൈൻഡിലേക്ക് കുറവായിരിക്കും. അപ്പോൾ ഈ ഡെമോ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നിങ്ങളുടെ വിന്നിങ് ട്രേഡ് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടെ കോൺഫിഡൻസ് ലെവലും അതോടൊപ്പം തന്നെ ഡെവലപ്പ് ആവും, നിങ്ങളുടെ മൈൻഡ് ഷാർപ്പാവും. എന്നിട്ട് റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യുക, ചെറിയ പൊസിഷൻ സൈസ് ട്രേഡ് ചെയ്യുക. നിങ്ങൾ എന്നാണോ നിങ്ങൾ വിന്നിങ് ആയെന്ന് തോന്നുമ്പോൾ സ്ലൈലി നിങ്ങളുടെ പൊസിഷൻ സൈസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ആഫ്റ്റർ ഓൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രേഡിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. ഇത് നമ്മൾക്ക് ഓരോ ദിവസവും മാർക്കറ്റിൻ്റെ ബിഹേവിയറും മാർക്കറ്റിൻ്റെ അനലൈസും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ തന്നെ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് ലേൺ ചെയ്ത് ഓരോ ദിവസം വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. മെയിനായിട്ട് നമ്മൾ എന്താ ലേൺ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മുടെ വിജയം ഉണ്ടാവുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ മിസ്റ്റേക്ക് ആയാൽ മാത്രമാണ് നമ്മൾ ആ മിസ്റ്റേക്കിനെ അനലൈസ് ചെയ്യുകയും അതിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇത് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആക്കാൻ കുറച്ച് നാൾ ഇത് ട്രൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷൻസൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചെറിയ പൊസിഷൻ സൈസിൽ എൻ്റർ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക. കാരണം ഈ പറഞ്ഞ റൂൾസ് പാലിക്കാൻ മാർക്കറ്റിൽ വളരെ ബുദ്ധിമുട്ടാണ്. പല സമയങ്ങളിലും അറിയാം, നമ്മുടെ ഫോമോ കാരണം നമ്മൾ അനാവശ്യ ട്രേഡുകൾ എടുക്കും, റിവെഞ്ച് ട്രേഡിലേക്ക് ഓവർ ട്രേഡിലേക്കൊക്കെ പോകും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് ഒരു ചെറിയ പൊസിഷൻ സൈസിൽ ട്രേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്തുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് മാത്രം കൂടിയ പൊസിഷൻ സൈസിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ കണ്ടൻറ്റ്, ട്രേഡിങ്ങിനെ കുറിച്ചുള്ള യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് ഇനി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.